നമസ്കാരം. സാധാരണക്കാരന് ഇരുട്ടടിയായി ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എണ്ണ കമ്പനികൾ. രാജ്യത്തുടനീളം വർദ്ധിക്കുന്ന ഗതാഗത ചെലവുകൾ പണപ്പെരുപ്പം ഉയർത്തുമെന്ന റിപ്പോർട്ട്. സൗദി അറേബ്യയും അമേരിക്കയും പിന്തള്ളി വെനസ്വേല ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി മാറിയിരിക്കുകയാണ്. ഇറാനെതിരായ സൈനിക നടപടി വീണ്ടും പരിഗണിച്ചേക്കാമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദേശീയ സുരക്ഷാ സംഘത്തിൻ്റെ ഉന്നതതല യോഗം വിളിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം SBI നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു എന്ന ആശ്വാസ വാർത്തയും. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. ഇതോടെ കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 110 രൂപ 60 പൈസയും ഡീസൽ വില 99 രൂപ 54 പൈസയുമായി. തിരുവനന്തപുരത്ത് പെട്രോളിന് 112 രൂപ 60 പൈസയായി. ഡീസലിന് ലിറ്ററിന് 101 രൂപ കടന്നു. പശ്ചിമേഷ്യ സംഘർഷം തുടരുന്നതിനാൽ ക്രൂഡ് ഓയിൽ വില വർധന എണ്ണ കമ്പനികളുടെ ലാഭത്തെ ബാധിച്ചതിനാലാണ് അടിക്കടിയുള്ള വില വർധന. രാജ്യത്തുടനീളം വർദ്ധിക്കുന്ന ഗതാഗത ചെലവുകൾ പണപ്പെരുപ്പം ഉയർത്തും. ജീവിത ചെലവുകൾ ഉയരുന്നതിനാൽ സാധാരണക്കാരെ വില വർധന കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. സൗദി അറേബ്യയും അമേരിക്കയും പിന്തള്ളി വെനസ്വേല ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി മാറി. കുറഞ്ഞ വിലയും മറ്റു വിപണികളിലെ പ്രതിസന്ധികളുമാണ് ഈ മാറ്റത്തിന് കാരണം. മെയ് മാസത്തിലെ കണക്കുകളാണ് ഈ അപ്രതീക്ഷിത മാറ്റം വ്യക്തമാക്കുന്നത്. ആഗോള വിപണിയിലെ എണ്ണ വിതരണത്തിലുണ്ടായ തടസ്സങ്ങളും വിലയിലെ വ്യത്യാസങ്ങളുമാണ് ഇന്ത്യയെ ഇത്തരമൊരു മാറ്റത്തിലേക്ക് നയിച്ചത്. റഷ്യയും UAEയുമാണ് ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാർ. മെയ് മാസത്തിൽ മാത്രം പ്രതിദിനം 4,17,000 ബാരൽ എണ്ണയാണ് വെനസ്വേല ഇന്ത്യയിലെത്തിച്ചത്. ഏപ്രിൽ ഇത് 2,83,000 ബാരൽ ആയിരുന്നു. കഴിഞ്ഞ 9 മാസമായി വെനസ്വേലയിൽ നിന്നും ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ ഒട്ടും എത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇറാനെതിരായ സൈനിക നടപടി വീണ്ടും പരിഗണിച്ചേക്കാമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദേശീയ സുരക്ഷാ സംഘത്തിൻ്റെ ഉന്നതതല യോഗം വിളിച്ചെന്ന റിപ്പോർട്ട്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് ട്രംപ് ആലോചിക്കുന്നു എന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നയതന്ത്ര ചർച്ചകൾ തുടരെ നടക്കുന്നുണ്ടെങ്കിലും ഫലവത്താകുന്നില്ലെന്നും സൂചനയുണ്ട്. ട്രംപ് വിളിച്ച യോഗത്തിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുത്തതായും വിവരം. ഇറാനുമായുള്ള ചർച്ചകളുടെ പുരോഗതി, നയതന്ത്രം പരാജയപ്പെട്ടാലുള്ള മുന്നോട്ടുപോക്ക്, സൈനിക തയ്യാറെടുപ്പുകൾ എന്നിവ സംബന്ധിച്ച് ചർച്ചയായി. യോഗത്തിന് പിന്നാലെ ട്രംപിൻ്റെ വാരാന്ത്യ പരിപാടികൾ നിർത്തിവച്ചതും ആശങ്ക പടർത്തുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മകൾ ഇവാങ്ക ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ഭീകരൻ പിടിയിലെന്ന് റിപ്പോർട്ട്. 32 വയസ്സുകാരനായ ഇറാഖ് പൗരൻ മുഹമ്മദ് ബാഗർ സാദ് ദാവൂദ് അൽ സാദിയാണ് പിടിയിലായത്. ഇയാൾ ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് US അധികൃതർ. ഇയാൾക്ക് ഖദേബ് ഹിസ്ബുള്ളയെ ബന്ധമുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. 4 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൊൽക്കത്തയിലെത്തി. വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജം, ഇൻഡോ പസഫിക് മേഖലയിലെ സഹകരണം എന്നിവയിൽ ന്യൂഡൽഹിയിലും വാഷിംഗ്ടണിലും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനിടെയാണ് മാർക്കോ റൂബിയോയുടെ ഇന്ത്യൻ പര്യടനം. 14 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു US സ്റ്റേറ്റ് സെക്രട്ടറി കൊൽക്കത്ത നഗരം സന്ദർശിക്കുന്നത്. ഇതിനു മുമ്പ് 2012 അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറിയായിരുന്ന ഹിലരി ക്ലിൻ്റനാണ് കൊൽക്കത്ത സന്ദർശിച്ചത്. അമേരിക്കൻ കുടിയേറ്റ നയത്തിൽ നിർണായക മാറ്റവുമായി ട്രംപ് ഭരണകൂടം. അമേരിക്കയിൽ നിയമപരമായ സ്ഥിരതാമസത്തിനുള്ള രേഖയായ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്കായി പുതിയ മാർഗനിർദ്ദേശം US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുറപ്പെടുവിച്ചു. ഗ്രീൻ കാർഡിന് അപേക്ഷിച്ച് US തുടരുന്നവർ സ്വന്തം നാടുകളിലേക്ക് മടങ്ങണമെന്നും അവിടെ കാത്തിരിക്കണമെന്നുമാണ് പുതിയ നിർദ്ദേശം.
ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർ സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോയി അവിടെയുള്ള US കോൺസുലേറ്റുകൾ വഴി ഇമിഗ്രന്റ് വിസയ്ക്ക് അപേക്ഷിക്കണം. ഗ്രീൻ കാർഡിനായി അമേരിക്കയ്ക്കുള്ളിൽ വെച്ച് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് നടത്തുന്ന രീതി ഇനി മുതൽ അനുവദിക്കില്ലെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. അമേരിക്കയിൽ സ്ഥിരതാമസം ലക്ഷ്യമിട്ട് ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് അടക്കമുള്ള ആയിരക്കണക്കിന് വിദേശികൾക്ക് കനത്ത തിരിച്ചടിയാണ് പുതിയ നയം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ പടർന്നു പിടിക്കുന്ന മാരകമായ എബോള വൈറസിന്റെ ബുന്തി ബുഗോ വകഭേദത്തെ നിസ്സാരമായി കാണരുതെന്ന് ലോകാരോഗ്യ സംഘടന. രാജ്യം മുഴുവൻ കനത്ത രീതിയിൽ വ്യാപിക്കാനുള്ള സാധ്യത വളരെ ഉയർന്നതാണെന്ന് മുന്നറിയിപ്പ് നൽകി. ഒറ്റ കേസ് മതി രാജ്യത്തിനകത്തും പുറത്തും വ്യാപിക്കാനെന്ന് WHO ആഫ്രിക്കയുടെ ചുമതലയുള്ള ഡയറക്ടർ മുഹമ്മദ് യാക്കൂബ് ജനാബി പറഞ്ഞു. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട വാക്സിനുകളോ പ്രത്യേക ചികിത്സകളോ നിലവിലില്ലാത്ത ഈ പ്രത്യേക എബോള വകഭേദത്തിൻ്റെ വ്യാപനത്തെ ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ആശങ്കയുള്ള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് എബോള വ്യാപന സാധ്യത ദേശീയ തലത്തിൽ വളരെ ഉയർന്നത്, പ്രാദേശിക തലത്തിൽ ഉയർന്നത്, ആഗോളതലത്തിൽ കുറഞ്ഞത് എന്നിങ്ങനെ പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് അദനോം ഗബ്രിയേസസ് അറിയിച്ചു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടത്താനിരുന്ന SBI പണിമുടക്ക് മാറ്റിവെച്ചു. ജീവനക്കാരുമായി മാനേജ്മെന്റ് നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ശനിയും ഞായറും അവധിയും തിങ്കളും ചൊവ്വയും പണിമുടക്കും ബുധനാഴ്ച ബക്രീദും അവധി കൂടി വരുമ്പോൾ 5 ദിവസം ബാങ്കിംഗ് ഇടപാടുകൾ മുടങ്ങിയേക്കാമെന്ന തരത്തിലായിരുന്നു നേരത്തെ സൂചനകൾ വന്നത്. ചർച്ചയിൽ തീരുമാനമായതോടെ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് ഇതോടെ വരുന്നത്. പൊതുജനത്തിന് വലിയ ആശ്വാസമാകുന്ന തീരുമാനമാണ് മാനേജ്മെന്റും ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിലൂടെ കൈവന്നത്. ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മാനേജ്മെന്റ് നൽകിയ ഉറപ്പിന്മേലാണ് പണിമുടക്ക് മാറ്റിയത്. സർക്കിൾ മാറിയുള്ള ട്രാൻസ്ഫർ ഒഴിവാക്കുക, ജീവനക്കാരുടെ കുറവ് നികത്തുക എന്നീ ആവശ്യങ്ങളായിരുന്നു ജീവനക്കാർ പ്രധാനമായും ഉന്നയിച്ചത്. ഇവയെല്ലാം വൈകാതെ പരിഗണിക്കുമെന്ന ഉറപ്പാണ് ജീവനക്കാർക്ക് ലഭിക്കുന്നത്. ഇന്നും നാളെയും അവധിയാണെങ്കിലും തിങ്കളും ചൊവ്വയും സാധാരണ രീതിയിൽ തന്നെ ബാങ്കിംഗ് ഇടപാടുകൾ നടത്താനാകും. 2025-26 സാമ്പത്തിക വർഷത്തിലെ ലാഭവിഹിതമായി കേന്ദ്ര സർക്കാരിന് 2.87 ലക്ഷം കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന RBI കേന്ദ്ര ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനമായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2.69 ലക്ഷം കോടി രൂപയായിരുന്നു ലാഭവിഹിതം. കേന്ദ്ര സർക്കാരിന് ധനക്കമ്മി കുറയ്ക്കാനും രാജ്യത്തെ പൊതുവികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും ഈ തുക പ്രയോജനപ്പെടും. പശ്ചിമേഷ്യൻ സംഘർഷം മൂലമുള്ള ഊർജ്ജ പ്രതിസന്ധി കാരണം ബുദ്ധിമുട്ടുന്ന സർക്കാരിന് RBIയുടെ തീരുമാനം വളരെ സഹായകമാകും. KSRTCയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ യാത്ര സൗജന്യമാക്കും. KSRTCക്ക് സർക്കാർ അധിക സഹായം നൽകുമെന്നും KSRTCയെ നഷ്ടമില്ലാത്ത സ്ഥിതിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സമ്പത്തുണ്ട്, അതിനെ ഉപയോഗപ്പെടുത്തും. ഏതൊക്കെ സർവീസുകളിൽ സൗജന്യം എന്നതിൽ ചർച്ച തുടരുകയാണ്. തൊഴിലിടത്തേക്ക് പോകുന്ന സ്ത്രീകൾക്ക് കൈത്താങ്ങാകും. സൗജന്യ യാത്ര വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വാഹന മോഡിഫിക്കേഷനിൽ യോഗം ചേർന്നിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് 1,16,640 രൂപയും 1 ഗ്രാം സ്വർണത്തിന് 14,580 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,980 രൂപയും പവന് 95,840 രൂപയുമാണ് വിപണി വില. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.